ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ചർച്ച് സർവീസിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവത്തിന് തുറന്നു കൊടുക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സ്നേഹിതൻ എന്നൊരു വാക്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്ത്, സഖി, കൂട്ടുകാരൻ, ഫ്രണ്ട് എന്നൊരു വാക്കെടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മുഖം കാണും അല്ലേ? മൈ ഫ്രണ്ട്, ലോകത്തിൽ എനിക്ക് ഏറ്റവും അടുത്ത് നല്ലൊരു സുഹൃത്തായിട്ട്, നല്ലൊരു സഖിയായിട്ട്, ഒരു കൂട്ടുകാരൻ, കൂട്ടുകാരിയായിട്ട് ഉള്ള ആ വ്യക്തി നിങ്ങളുടെ കൺമുൻപിൽ, നിങ്ങളുടെ ഓർമ്മയിൽ വരുമല്ലേ? ആരാണ് യഥാർത്ഥമായിട്ട് നമ്മളുടെ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്? ഒരു സഖി, ഒരു കൂട്ടുകാരൻ. നിങ്ങൾ പറയും, പാസ്റ്ററെ എനിക്ക് കൊച്ചുകാലം മുതലേ അറിയാവുന്ന ആ വ്യക്തി, എല്ലാ കാലത്തും എന്നോട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി, ഒരിക്കലും എന്നെ കൈവിടാത്ത ആ വ്യക്തി, എൻ്റെ നല്ല കാലത്തും മോശകാലത്തും ഒരുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി, എനിക്കായി കരുതുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു വ്യക്തി അല്ലേ? നമ്മൾ ആ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ആ വ്യക്തിയോടുകൂടെ നമ്മൾ പല കാര്യങ്ങളിൽ ചിരിക്കും, കരയും. എന്ത് അബദ്ധം കാണിച്ചാലും, എന്ത് രസകരമായ കാര്യങ്ങൾ ചെയ്താലും ആ വ്യക്തി കാണും നമ്മളോട് കൂടെ അല്ലേ? There is that person who helps me to become a better version of myself. നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ. യഥാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു കൊച്ചു കുഞ്ഞ് വീട്ടിൽ ജനിച്ച് ഒരു കൊച്ചു കുഞ്ഞ് കളിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് ഒരു കൂട്ടുകാരനെയാണ് അല്ലേ? ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെ ഫാദറിൻ്റെ അടുക്കൽ ഹി വാണ്ട്സ് ദ ഫാദർ ടു ബിക്കം ഹിസ് ഫ്രണ്ട് അല്ലേ? ഒരു ബ്ലോക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുമ്പോൾ അപ്പാ വന്ന് കളിക്ക്, അല്ലെ പെൺകുട്ടിയാണെങ്കിൽ മദറിനോട് പറയും കളിക്ക്. സോ ദേ ആർ ലുക്കിംഗ് ഫോർ എ ഫ്രണ്ട്. ആ കുഞ്ഞ് വളർന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴും ഒരു ദിവസം വീട്ടിൽ വന്ന് പറയും, അമ്മ അപ്പാ ഇന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അല്ലയോ? എന്നിട്ട് ആ പേരൊക്കെ പറയും, എൻ്റെ നല്ല ഫ്രണ്ട്. പിന്നെ കുറേ നാൾ ആ പേരൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. പിന്നെ അത് വളരും ഇൻറ്റു എ ഡീപ്പർ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ കുഞ്ഞുങ്ങൾ പലരും ആ ഒരു പ്രായത്തിൽ അവരെല്ലാവരും നോക്കുന്ന ഒരു ഫ്രണ്ടിനായിട്ടാണ്. പിന്നെ വളർന്ന് ടീൻസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ ഫ്രണ്ട്ഷിപ്പിനായിട്ട് നോക്കും, പല ആൾക്കാരിൽ നോക്കും. ഇന്ന് പല തെറ്റായ കാര്യങ്ങളുണ്ട്, പിള്ളേർ അവിടെയൊക്കെയും പെട്ടുപോവുകയാണ്. എന്താണ് യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത്? ദേ ആർ ലുക്കിംഗ് ഫോർ എ ഫ്രണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ ലോകത്തിൽ വളരെ തെറ്റായ മാർഗങ്ങളുണ്ട്. അതിലൊക്കെയും പോയി കുഞ്ഞുങ്ങളൊക്കെയും പെട്ടുപോവുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആഴത്തിലേക്ക് നോക്കിയാൽ യഥാർത്ഥമായിട്ട് ആ വ്യക്തി അന്വേഷിക്കുന്നത് ഒരു ഫ്രണ്ടിനെയാണ്, ഒരു കൂട്ടുകാരനെ, അല്ലെങ്കിൽ ഒരു സഖിയെ, ഒരു സുഹൃത്തിനെയാണ് അന്വേഷിക്കുന്നത്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയും ആ വിവാഹത്തിൽ ഒരു ഭാര്യ അന്വേഷിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്, ഭർത്താവ് അന്വേഷിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും വിവാഹ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ ആ സൗഹൃദമൊക്കെയും അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. മെനി ഓഫ് അസ് വി ലൂസ് ദറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇൻ മാരേജ്. ദെയർ ദ ബ്യൂട്ടി ഓഫ് മാരേജ് ഇസ് ഗോൺ. പിന്നെ ഇറ്റ് ഈസ് എ ഡ്രഡ്ജറി. ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ് വിവാഹ ജീവിതത്തിൽ. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഗോൺ. ഇന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാവരുടെയും ജീവിതത്തിൽ, ഈ ലോകത്തിൽ ജനിച്ചു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. പ്രായമാകുമ്പോൾ ഒരു വ്യക്തിക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരാളേലും കാണും പറയാൻ, എല്ലാ കാലത്തും ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ മണ്ടത്തരം കാണിക്കാനും എല്ലാ പ്രശ്നത്തേക്ക് ചാടാനും ഇവനും ഇവളാൽ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും കാണാം അങ്ങനെ ഒരു കൂട്ടുകാരൻ. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദർ ഇസ് സംവൺ. ഇത് നമുക്ക് പറയുമ്പോൾ ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സുഹൃത്ത് ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ദൈവം. God wants to be your friend. Hallelujah.
അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? നമുക്ക് ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സദൃശ്യവാക്യങ്ങൾ 17:17 പറയുന്നു, Proverbs 17:17, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഹല്ലേലൂയ. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സദൃശ്യവാക്യങ്ങൾ 18:24 പറയുന്നു, സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. സഹോദരനേക്കാളും നമ്മളോട് പറ്റിച്ചേർന്നിരിക്കുന്ന സ്നേഹിതന്മാരുമുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെക്കാളും നമ്മളോട് അടുപ്പമുള്ള സ്നേഹിതന്മാരുണ്ട്. ദേ ആർ ലൈക്ക് ഫാമിലി. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സ്നേഹിതനാകുവാൻ, നമ്മുടെ സുഹൃത്താകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്നറിയാമോ? അത് ദൈവം തന്നെ. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവമെന്നറിയുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളുടെ സ്നേഹിതനാകുവാൻ, നമ്മളുടെ കൂട്ടുകാരനാകുവാൻ, നമ്മുടെ സുഹൃത്താകുവാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, സങ്കീർത്തനം 25:14 Psalm 25:14 says, the friendship of the Lord is with those who fear him and he makes his covenant known to them. യഹോവയുടെ സഖിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ മുൻപാകെ ഭക്തിയോടെ, യഹോവ ഭയത്തോടെ നടക്കുന്നവർക്ക് തൻ്റെ സഖിത്വം ഉണ്ടാകും. God becomes a friend to those who walk by faith and in the fear of the Lord, and he reveals his heart to them. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. നമ്മളിൽ പലരും, മിക്കവാറും എല്ലാവരും, നമ്മൾ ദൈവത്തെ അറിയുന്നത് ആരായിട്ടാണ്? എനിക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്ന ആ വ്യക്തി, അല്ലയോ? എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി, എനിക്ക് സൗഖ്യം ലഭിക്കേണ്ടപ്പോൾ യഹോവ എൻ്റെ സൗഖ്യദായകൻ, എനിക്ക് വിടുതൽ ലഭിക്കേണ്ടപ്പോൾ എനിക്ക് വിടുതൽ നൽകുന്ന ദൈവം. അങ്ങനെയെല്ലാം നമ്മളെല്ലാം ദൈവത്തെ അറിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെ നമ്മുടെ സുഹൃത്തായിട്ട്, നമ്മളുടെ സഖിയായിട്ട് അറിയുന്നുണ്ടോ? വചനം പറയുന്നു, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയുടെ സഖിത്വം, the friendship of God is there for those who fear him. Do you want God to be your friend? ദൈവത്തെ യഥാർത്ഥമായിട്ട് എൻ്റെ സഖിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ട് അറിയുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? The friendship of God towards man was revealed in creation. യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ ദൈവ സൃഷ്ടിയിൽ തൻ്റെ സൗഹൃദം വെളിപ്പെടുത്തി. എങ്ങനെയാണ്? ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, മരങ്ങളെ സൃഷ്ടിച്ചു, ചെടികളെ സൃഷ്ടിച്ചു, എന്നാൽ അതിൻ്റെ ഒക്കെ മധ്യത്തിൽ തൻ്റെ സുഹൃത്തിനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആരെയാണ്? ആദമിനെ സൃഷ്ടിച്ചു. ദൈവം എന്തിനാണ് ആദമിനെ സൃഷ്ടിച്ചത്? തനിക്കൊരു സുഹൃത്തിനെ ആവശ്യമായിരുന്നു. തന്നോടുകൂടെ എന്നും നടക്കുവാൻ, തൻ്റെ ഹൃദയം ഷെയർ ചെയ്യുവാൻ, തൻ്റെ ഉള്ളിലുള്ളതൊക്കെയും പറയുവാൻ ഒരു സുഹൃത്തിനെ ആവശ്യമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:8 പറയുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ തോട്ടത്തിൽ യഹോവ എന്നും അവരോട് കൂടെ നടക്കുമായിരുന്നു. ദൈവം സൃഷ്ടിച്ച ആദമിനോടും അവയോടും കൂടെ എന്നും തോട്ടത്തിൽ വന്ന് നടന്ന് തൻ്റെ ഹൃദയം അവർക്ക് വെളിപ്പെടുത്തി അവരുടെ ഹൃദയത്തെ അറിഞ്ഞ് ആയിരുന്നു ദൈവം മുൻപോട്ട് പോകുന്നത്. There was a friendship between God and man in the beginning. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ദൈവം തീരുമാനിക്കുന്നത്, ഈ ആദം, ഈ ഔവ ഈ ലോകത്തിലൊക്കെയും വാഴട്ടെ. ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾ വാഴുക, ഈ ലോകത്തിൽ ഉള്ളതിനെല്ലാവരും മേലായിട്ട് നിങ്ങൾ വാഴുക. അങ്ങനെ കൽപ്പിച്ച ദൈവം ഒരു ദിവസം മൃഗങ്ങളെ ഓരോന്നായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരികയാണ്. ഓരോന്നായിട്ട് അന്നൊരു പരേഡാണ് ആദമിൻ്റെ മുമ്പിൽ കൂടി. എന്നിട്ട് ആദമിനോട് ദൈവത്തിന് ഇവരെ പേരിടരുതായിരുന്നോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം സൃഷ്ടിച്ച മൃഗങ്ങൾ, ആദമല്ല സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിച്ച മൃഗങ്ങൾ, ദൈവത്തിന് പേരിടരുതായിരുന്നോ? ബട്ട് ഹി ഹാഡ് എ ഫ്രണ്ട്. ദൈവത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ ദൈവം പറഞ്ഞു, നീ വാഴ ഇവരുടെ മേളിൽ, വാഴുന്നവൻ തന്നെ പേരിടട്ടെ. ദൈവം ചിന്തിച്ചു കാണും, ഇല്ലയോ? ഇവനാണ് വാഴാൻ പോകുന്നത്, എന്നാൽ ഇവൻ തന്നെ പേരിടട്ടെ. അതാണ് സൗഹൃദം. അങ്ങനെ ഒരു അടുപ്പമായിരുന്നു. God had already blessed him, saying, you reign over them. And then God brought the same animals to him
യു ആർ ദ വൺ ഹൂ ഈസ് ഗോയിങ് ടു റെയിൻ, സോ യു നെയിം ദം. അപ്പോൾ ആദം ഓരോന്നിനെയായിട്ട് പേരിട്ടു. എലിഫൻറ്റ്, ഡോഗ്, ക്യാറ്റ്, മൗസ്, എല്ലാം ആദം ഇട്ട പേരുകളാണ്. എന്താദം പേരിട്ടോ അത് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ പറയുന്നു, ഓക്കെ അങ്ങനെ ആവട്ടെ. ഒരു ദിവസം ദൈവം പറഞ്ഞു, ഈ ആദം ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല. ആദമിനെ ഉള്ളിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. ആദം ദൈവത്തോടു കൂടെ സഹകരിക്കുകയായിരുന്നു. ദൈവത്തിന് മനുഷ്യരാശിക്കായിട്ടുള്ള ഉദ്ദേശം നിറവേറ്റുവാനായിട്ട് ആദമും ദൈവവും ഒരുമിച്ച് സഹകരിച്ചു. ദർ വാസ് കമ്പാനിയൻഷിപ്പ്, ദർ വാസ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. അങ്ങനെ അവർ തമ്മിൽ സഹകരിച്ചത് കൊണ്ടാണ് ഇന്ന് നാം മനുഷ്യരാശിയായിട്ട് നിലനിൽക്കുന്നതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുവാനിടയായത്. അതുകൊണ്ടാണ് ഓരോ ഭർത്താവിനും ഒരു ഭാര്യയെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയും ആ തോട്ടത്തിൽ ആദമും ദൈവവും തമ്മിലുള്ള സൗഹൃദത്തിൽ നിന്ന് നടന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു അടുപ്പമായിരുന്നു അവർ തമ്മിലുള്ള ആ സഹകരണം. ആദമിന് അറിയാമായിരുന്നു, ദൈവം എനിക്കായിട്ട് ഏറ്റവും നല്ലതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ആ സൗഹൃദം മുൻപോട്ട് പോകുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ് സാത്താൻ. എന്നിട്ട് പാപം കൊണ്ടുവരികയാണ്. ആദം പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? പല കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഗോഡ് ലോസ്റ്റ് എ ഫ്രണ്ട്. ദ മോമെന്റ് ആഡം സിൻഡ്, ഗോഡ് ലോസ്റ്റ് എ ഫ്രണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പാപം നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള സൗഹൃദം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോവുകയാണ്. അന്ന് ആ തോട്ടത്തിൽ സംഭവിച്ചത് അതാണ്. When Adam sinned, God lost a friend. ഇന്നും ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത്. പാപം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവുമായിട്ടുള്ള സൗഹൃദം പോവുകയാണ്, അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 4:4 പറയുന്നത്, ജെയിംസ് 4:4, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. Do you not know that friendship with the world is enmity towards God? Anyone who chooses to be a friend of the world becomes an enemy of God. ആ ഒരു നിമിഷത്തിൽ ആദം ആ ഒരു കാര്യം തിരഞ്ഞെടുത്തപ്പോൾ, ഈ ലോകത്തിൻ്റെ സുഖം, ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിന് വീണപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദം ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. If you're not a friend of God, you are an enemy of God. ഹല്ലേലൂയ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സുഹൃത്തായിരുന്ന ആദം ഇപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. പാപത്തിന് പരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആദമിനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആദം പുറത്തു പോവുകയാണ്. ഒന്നോർത്ത് നോക്കിക്കേ, എത്രയോ അടുത്ത സുഹൃത്തായിരുന്നവർ ഇപ്പോൾ പാപം കാരണം എന്നേക്കുമായിട്ട് രണ്ടായി മാറിപ്പോവുകയാണ്. ദൈവത്തിന് എത്ര വിഷമം ഉണ്ടായി കാണുമല്ലേ? The heart of God is still seeking for friendship. ദൈവത്തിൻ്റെ ഹൃദയം സൗഹൃദത്തിനായിട്ട് ഇന്നും ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ ഇന്ന് ദൈവത്തിലേക്ക് തിരിയുന്നത് എന്തിനാ? എനിക്ക് ഈ ആവശ്യം വേണം, ഈ കാര്യം നടക്കണം, കുഞ്ഞിനെ അനുഗ്രഹിക്കണം, കല്യാണം കഴിക്കണം, നല്ല വീട് വെക്കണം. ദൈവം നോക്കുന്നത് എന്താ? എന്നാ ഇവർ എൻ്റെ ഒരു സുഹൃത്തായി മാറുന്നത്? എന്നാ ഈ ദൈവ പൈതൽ എൻ്റെ ഒരു സുഹൃത്തായി മാറുന്നത്? അബ്രഹാം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിനെ നോക്കുമ്പോൾ ജെനസിസ് ചാപ്റ്റർ 12, ഉൽപ്പത്തി 12:1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചത് അങ്ങനെയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് തന്നോട് കൂടെ നടക്കുവാനായിട്ട് കൽപ്പിച്ചു. ഉൽപ്പത്തി 12:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഗോഡ് കോൾഡ് ഹിം ടു ലീവ് എ സെറ്റ് അപ്പാർട്ട് ലൈഫ്. നിൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് വന്ന് എന്നോടുകൂടെ നടക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യും. അതായിരുന്നു ആ സുഹൃത്തിൻ്റെ വാഗ്ദാനം. ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ ഈ ലോകത്തിലുള്ള ഈ പ്രലോഭനങ്ങളും നിൻ്റെ പാരമ്പര്യവും എല്ലാം പഴയ രീതികളെല്ലാം വിട്ട് എന്നോടുകൂടെ നടക്കുക. ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. എന്നോടുകൂടെ നടക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എൻ്റെ വഴികളെ അറിയുക, നിനക്കത് അനുഗ്രഹമായി തീരും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യും. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. ദൈവം പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു, ദൈവത്തോടു കൂടെ നടന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ജീവിതമായിരുന്നു. ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി 17:1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി 17:1-2 വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക,
എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ദൈവം എന്താണ് അബ്രഹാമിനോട് പറയുന്നത്? നീ എന്നോട് കൂടെ നടക്കുക. എങ്ങനെയാണ്? നിഷ്കളങ്കനായിട്ട് നടക്കുക. ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ ഒരു സുഹൃത്തായിട്ട് നടക്കണമെങ്കിൽ നിഷ്കളങ്കനായിട്ട് നടക്കണം നമ്മൾ. ഇഫ് യു വാണ്ട് ടു ലിവ് ആസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്, യു ഹാവ് ടു ലിവ് എ ബ്ലെയിംലെസ് ലൈഫ്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നത്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് വിളിക്കുന്നത്. എബ്രഹാം വാസ് കോൾഡ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. എങ്ങനെയാണ് ഫ്രണ്ടായത്? അബ്രഹാം ദൈവം മുൻപാകെ നിഷ്കളങ്കനായിട്ട് നടന്നു. അബ്രഹാം ദൈവം മുൻപാകെ വേർപെട്ട് ജീവിച്ചു. അബ്രഹാം ദൈവം മുൻപാകെ അനുസരണത്തോടെ ജീവിച്ചു. അബ്രഹാം ദൈവം മുൻപാകെ വിശ്വാസത്തോടെ ജീവിച്ചു. അബ്രഹാം ദൈവത്തോടു കൂടി സമർപ്പണത്തോടെ ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. He lived a set apart life. He lived a life of faith. He lived a life of obedience. He lived a life of surrender. നമ്മളുടെയും ജീവിതത്തിൽ ഇത് ആവശ്യമാണ്. ദൈവം മുൻപാകെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അതാണ്. നീ എന്നെ കൂടുതൽ നിഷ്കളങ്കനായിട്ട് നടക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ നിയമം എൻ്റെ നിയമം നിന്നിൽ കൂടെ പ്രസ്താവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം ഒരു ദിവസം സോദം ഗൊമോറയുടെ പാപം കണ്ട് അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴും ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ചെയ്യാൻ പോകുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എൻ്റെ സുഹൃത്ത് അബ്രഹാമിനോട് പറയാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. God reveals his heart to those who fear him and to those who walk in friendship with him. അതാണ് ഉൽപ്പത്തി 18:17 വാക്യത്തിൽ. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ദൈവം തൻ്റെ സുഹൃത്തുക്കളോടൊന്നും മറച്ചു വെക്കുകയില്ല. നമ്മൾ ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത പല കാര്യങ്ങളും ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവ പൈതലേ, ഇന്ന് നിനക്ക് ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയുവാൻ താല്പര്യമുണ്ടോ? പലർക്കും നമ്മൾക്കറിയണം നമ്മളുടെ ഭാവിയെപ്പറ്റി, അല്ലേ? നമ്മൾക്കറിയണം പല കാര്യങ്ങളും മുൻപോട്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവമക്കൾ ആ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവം മുൻപാകെ വന്ന് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയുക, ദൈവവുമായിട്ടൊരു സൗഹൃദം വെക്കുക. നീ ദൈവത്തോടുകൂടെ നടക്കുന്ന ആ വേളയിൽ തന്നെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. എവറി ഡേ വിൽ ബി എ ഡേ ഓഫ് റെവലേഷൻ ടു യു. God will reveal his heart to you. Know God as your friend every day of your life. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താ? സഡൻലി ഒരു ദിവസം വന്നേച്ച് സംസാരിക്കുകയല്ല. ഇറ്റ് ഈസ് എൻ എവറി ഡേ തിങ്, അല്ലേ? ഇഫ് യു ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫ്രണ്ട് എവറി ഡേ, ദ ഫ്രണ്ട്ഷിപ്പ് വെയിൻസ്. എന്ന് ഓർക്കുന്നുണ്ടോ? ചില പണ്ട് കൂട്ടുകാരാണ്, പക്ഷേ എത്രയോ വർഷം ഒരു ടച്ചും ഇല്ല, ആ ഫ്രണ്ട്ഷിപ്പ് പോയി. If you really value a friend, you have to have everyday interaction with that friend. ഇവിടെ എബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. അതാണ് ദൈവം പറയുന്നത്, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുവാൻ പറ്റത്തില്ല. അങ്ങനെ പറയുകയാണ് അബ്രഹാമിനോട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ സുഹൃത്തുക്കൾക്ക് തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിന് എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് അബ്രഹാമിനോട് എങ്ങനെ മറച്ചു വെക്കുവാൻ കഴിയും? മുൻപോട്ട് വായിച്ചാൽ ഉൽപ്പത്തി 18-19 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവം പറയുന്നത് എന്താണ്? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അനേകരുടെ മധ്യത്തിൽ നിന്ന് ഞാൻ അവനെ എൻ്റെ സുഹൃത്തായിട്ട്, എൻ്റെ സഖിയായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് അവനുള്ള ഉറപ്പെന്താണ്? വാട്ട് ഈസ് യുവർ കോൺഫിഡൻസ് ഇൻ യുവർ ഫ്രണ്ട്? എനിക്ക് എൻ്റെ സുഹൃത്തിലുള്ള ഉറപ്പെന്താണെന്ന് അറിയാമോ? അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ അവരെ കൽപ്പിക്കും. എന്നിട്ട് യഹോവ പറയാണ്, യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവൻ നിവർത്തിച്ച് കൊടുപ്പാൻ അവനിടയാകും. അങ്ങനെ അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്ന് ദൈവം പറഞ്ഞു. ഇന്ന് എന്നെയും നിങ്ങളെപ്പറ്റി ദൈവത്തിനത് പറയുവാൻ കഴിയുമോ? നമ്മളെ നോക്കുമ്പോൾ നമ്മളുടെ തലമുറകൾക്ക് ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കും, ദൈവ വഴിയിൽ അവരെ നടത്തും, തലമുറകളായിട്ട് എന്നെ സേവിക്കുമെന്ന് ദൈവത്തിന് പറയുവാൻ കഴിയുമോ? അബ്രഹാം ദൈവത്തിൻ്റെ സുഹൃത്തായിരുന്നു. അബ്രഹാമിനെപ്പറ്റി ദൈവത്തിന് കോൺഫിഡൻ്റായിട്ട് പറയുവാൻ കഴിയുമായിരുന്നു. അബ്രഹാം തൻ്റെ മക്കൾക്കും തൻ്റെ കൊച്ചുമക്കൾക്കും തലമുറകൾക്കും അബ്രഹാം എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കും, അവരെൻ്റെ വഴിയിൽ നടക്കും, അവരനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാവണം നമ്മൾ. God is looking for friendship in every generation. നിങ്ങളുടെ തലമുറയിൽ ദൈവ സുഹൃത്തായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് തന്നെ ആഗ്രഹിക്കും. ടുഡേ many children don't know how to be a friend of God because their parents themselves do not know friendship with God. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാം, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. മനസ്സിലാക്കുക, കുഞ്ഞുങ്ങൾ കൊച്ചതായിരിക്കും മുതൽ തന്നെ they are looking for friendship. In parents, at home they are looking for friends.
നമ്മൾ വലിയ അടിയും പിടിയും പഠിപ്പീരും എല്ലാം, പക്ഷേ ദേ ആർ ലുക്കിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ്. ഹാവ് യു ബീൻ എ ട്രൂ ഫ്രണ്ട് ടു യുവർ ചിൽഡ്രൻ? ഹാവ് യു സ്പെൻഡ് ടൈം വിത്ത് ദം? അവരോട് കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? അവരുടെ ഉള്ളിലുള്ളത് അവർക്ക് തുറന്ന് പറയാൻ കഴിയുമോ നിങ്ങളോട്? ആദ്യമേ ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയുക. ഉള്ളിലുള്ളത് തുറന്ന് പറയാൻ കഴിയണം ദൈവത്തോട്. അങ്ങനെ അറിയുമ്പോഴുണ്ടല്ലോ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ലൊരു സുഹൃത്തായി തീരും. ആദ്യമേ നമ്മുടെ ഭവനത്തിൽ, പിന്നെ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ, മിനിസ്ട്രിയിൽ, എല്ലായിടത്തും. ഭാര്യ ഭർത്താവിന് നല്ലൊരു സുഹൃത്താകും, ഭർത്താവ് ഭാര്യയ്ക്ക് നല്ലൊരു സുഹൃത്താകും, അപ്പനും അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സുഹൃത്താകും. കുഞ്ഞുങ്ങൾ വെളിയിൽ പോയി സുഹൃത്തുക്കളെ അന്വേഷിക്കുന്നതിന് മുൻപേ ആദ്യമേ വീട്ടിൽ സുഹൃത്തുക്കളാണ് നിങ്ങളുമായിട്ട്. എന്നിട്ട് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യും. അതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണെന്നറിയാമോ? ദൈവത്തിൽ തന്നെയാണ്. നോ ഗോഡ് ആസ് യുവർ ഫ്രണ്ട്. ഹല്ലേലൂയ. അബ്രഹാം അങ്ങനെ വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് 2:23 പറയുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു. ജെയിംസ് 2:23 പറയുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു. നമ്മളൊരു കാലത്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയല്ലേ? അന്ന് നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുവാൻ ഇടയാവണം, ഹി വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഷി വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എന്ന്. അങ്ങനെയാവണം നമ്മളെ ഓരോരുത്തരെ പറ്റി പറയുന്നത്. അടുത്തായിട്ട് വേറൊരു വ്യക്തിയെ കാണാം, മോശ. മോശയെപ്പറ്റി പറയുമ്പോൾ മോശ ജനിച്ചത് വളർന്നത് ഒരു കൊട്ടാരത്തിലാണ്, അല്ലേ? ഫറോൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളോടും കൂടെ, എല്ലാ പൊസിഷൻസോടും കൂടെ ആണ് വളർന്നു വരുന്നത്. പക്ഷേ ഒരു ദിവസം അവൻ അറിയുകയാണ് അവൻ യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന യഹോവയുടെ ജനത്തിലെ ഒരുവനാണെന്ന്, ദൈവമക്കളുടെ മക്കളിൽ ഒരുവനാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അന്ന് അവൻ അറിഞ്ഞു, ഞാനിനി ഇവിടെ ഇരിക്കേണ്ടവനല്ല, എന്നെ വിളിച്ചിരുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ദൈവമായ ജീവിക്കുന്ന യഹോവ ഉണ്ട്. അന്ന് അവൻ തീരുമാനിക്കുകയാണ്. എബ്രായർ 11:24 മുതൽ 28 വാക്യങ്ങൾ, ഹീബ്രൂസ് 11:24-28 അവിടെ പറയുന്നു, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് മോശ തീരുമാനിച്ചത്? നമ്മളായിരുന്നേ പറയും കുറച്ചുകൂടെ കാലം ഈ കൊട്ടാരത്തിലൊക്കെ ജീവിക്കാം, പിന്നെ നമുക്ക് നോക്കാം. നമ്മൾ ആരെങ്കിലും വിടുവോ അതുപോലെ സുഖങ്ങൾ? മോശ തീരുമാനിച്ചു, ഇതിനേക്കാളും വലുത് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണി. ഹല്ലേലൂയ. എൻ്റെ സുഹൃത്തിനെ ലോകം നിന്ദിക്കുന്നെങ്കിൽ എന്നെ നിന്ദിച്ചോട്ടെ. യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ ലോകം നിന്ദിക്കുന്നതെങ്കിൽ നിന്ദിച്ചോട്ടെ. അതെനിക്ക് വലിയ ധനം. ഈ ലോകത്തിലെ സുഖങ്ങളെക്കാളും ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ ധനം എന്താണ്? ഐ ഷുഡ് ബി നോൺ ആസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. എന്തെങ്കിലും പ്രാപിച്ചിരുന്നോ? അന്ന് എല്ലാം നഷ്ടപ്പെട്ടാണ് ഇറങ്ങി തിരിക്കുന്നത്. ആ മരുഭൂമിയിൽ 40 വർഷം മോശ ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ദൈവം തന്നെ ഒരേ മലയിൽ വെളിപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഇന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇറങ്ങി തിരിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ നിനക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുന്ന ദിവസങ്ങളാകും ഇനി മുൻപോട്ടുള്ളത്. ഇന്ന് ദൈവമക്കളോടുള്ള ചോദ്യം അതാണ്, നമ്മൾ അതിന് ഒരുക്കമുള്ളവരാണോ? അതോ അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ എല്ലാം നല്ലതായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്? ഞാൻ വിശ്വാസിയാണ്, എല്ലാവരും വിശ്വാസിയാണ് ഇന്ന്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം അന്വേഷിക്കുന്നത് എന്താണ്? നമ്മളുമായിട്ടൊരു സൗഹൃദമാണ്. യഥാർത്ഥമായിട്ട് ദൈവത്തെ ഒരു സുഹൃത്തായിട്ടൊരു സഖിയായി അറിഞ്ഞ് ദൈവത്തോടു കൂടെ നാം നടക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓൺലി എ ഫ്രണ്ട് ക്യാൻ നോ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസ് എ സൺ യു കം ടു ഹിം വിത്ത് യുവർ നീഡ്സ്, ബട്ട് ആസ് എ ഫ്രണ്ട് യു നോ ഹിസ് ഹാർട്ട്. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ വരും, ആവശ്യമുള്ളപ്പം വരും, നമ്മൾ കൊടുക്കും. പക്ഷേ യഥാർത്ഥമായിട്ടൊരു സുഹൃത്തായിട്ട് അറിഞ്ഞുകൊണ്ടല്ലോ, ദേ വിൽ നോ അവർ ഹാർട്ട്. എൻ്റെ അപ്പായുടെ ഹൃദയത്തിൽ എന്താണ് സന്തോഷം നൽകുന്നത്, എന്താണ് സങ്കടം നൽകുന്നത്, അവരങ്ങനെ അറിയും. നമ്മൾ ലോകത്തിൽ കാണുന്നത് സ്വർഗത്തിലുള്ളതിൻ്റെ ചെറിയൊരു അംശമാണ് കേട്ടോ, ഒരു സാമ്പിൾ മാത്രമാണ് ഈ ലോകത്തിൽ കാണുന്നത്. എന്നാൽ കണ്ണുകൾ തുറക്കുക ഈ ദിവസങ്ങളിൽ, ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെയും അപ്പുറത്ത് വലിയ ആഴത്തിലുള്ള സത്യങ്ങളുണ്ട്. ദൈവം അത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇന്ന് ദൈവം മക്കളെ നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഏവരും
ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് അറിയണം. That is what God desires for every one of us. We have to come beyond knowing Him as sons and daughters of the Lord. We have to know Him as our friend. Hallelujah. Hallelujah. ദൈവം മോശയോട് സംസാരിച്ചു ഹോറേബ് മലയിൽ വെച്ച്. എക്സോഡസ് 3:10. പുറപ്പാട് പുസ്തകം 3:10 വാക്യത്തിൽ ദൈവം പറയുകയാണ് മോശയുടെ അടുക്കൽ, വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ആ ഹോറേബ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. ഞാൻ നിന്നെ അയക്കുകയാണ് ഫറവോൻ്റെ അടുക്കൽ എൻ്റെ ജനത്തെ വിടുവിക്കുവാനായിട്ട്. മോശ ദൈവത്തോടു കൂടെ കൂടുതൽ നടക്കും തോറും കൂടുതൽ ദൈവം മോശയെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുമ്പോഴും മോശയുടെ ഹൃദയം ദൈവത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഡു നോട്ട് ഗെറ്റ് സോ കോട്ട് അപ്പ് ഇൻ യുവർ അസൈൻമെൻറ്റ് ദാറ്റ് യു ഫൊർഗെറ്റ് ദ വൺ ഹു കോൾഡ് യു ഇൻ ടു ദാറ്റ് അസൈൻമെൻറ്റ് ഓർ ഗേവ് യു ദാറ്റ് അസൈൻമെൻറ്റ്. മനസ്സിലായോ? ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യം നമ്മൾ നിറവേറ്റുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ കൂടുതൽ അറിയുവാനുള്ള ഒരു അവസരമാണ്. ദൈവത്തെ സേവിക്കുന്നവർ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ദൈവം എൻ്റെ മേലൊരു വിളി വെച്ചു, ആ വിളിയുമായിട്ട് ഞാനങ്ങ് ഭയങ്കര ഓട്ടമാണ്. പക്ഷേ ദൈവം നോക്കുന്നത് എന്താണ്? എൻ്റെ സുഹൃത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. വിളിച്ച് നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ച് ദൈവം നമ്മളുടെ സുഹൃത്താകുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തൻ്റെ ഹൃദയം വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. മോശ ദൈവത്തെ അങ്ങനെയാണ് അറിഞ്ഞത്. കൂടുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മോശയിൽ കൂടെ നടക്കുമ്പോഴും മോശയുടെ ഹൃദയം ദൈവത്തിലേക്ക് അടുത്ത് വരികയായിരുന്നു. അങ്ങനെയാണ് മോശ ഒരു ദിവസം പുറപ്പാട് പുസ്തകം 33:15 വാക്യത്തിൽ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. തൻ്റെ സുഹൃത്തിനോടാണ് മോശ പറയുന്നത്. നീ എന്നിൽ കൂടി വലിയ പ്രവൃത്തികൾ ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നിൽ കൂടി അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നതെല്ലാം ജനം അതുപോലെ ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കെന്താണ് ആവശ്യം? നിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33:15 വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്, അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ എന്താണ് പറയുന്നത്? എൻ്റെ സുഹൃത്തായ അങ്ങ് എന്നോട് കൂടെ വരുന്നില്ല എങ്കിൽ എനിക്ക് ഈ ദൗത്യം ഒന്നുമല്ല. എനിക്ക് വേണ്ടത് നിൻ്റെ സാന്നിധ്യമാണ്. നിന്നോട് കൂടെ എനിക്കിത് ചെയ്യണം ദൈവമേ. അതുകൊണ്ട് തിരുസാന്നിധ്യം എന്നോടുകൂടെ വരണമേ എന്ന് പറഞ്ഞു. എന്ത് സംഭവിക്കുകയായിരുന്നു? മോശ ദൈവത്തോട് അടുത്ത് വരികയായിരുന്നു. കൂടുതൽ മോശ ദൈവത്തോട് അടുത്ത് വരും തോറും ദൈവം മോശയോട് അടുത്ത് വരികയായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് 4:8 വാക്യം പറയുന്നത്, ജെയിംസ് 4:8 says, draw near to God and he will draw near to you. ദൈവ പൈതലേ, നീ ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ ദൈവം നിന്നോടും അടുത്ത് വരും. ഹല്ലേലൂയ. മോശ ദൈവത്തോട് അടുത്ത് വരികയായിരുന്നു. സാന്നിധ്യം ആഗ്രഹിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിച്ചു. കൂടുതൽ അടുത്ത് വരും തോറും മോശയ്ക്കൊരു ധൈര്യം വന്നു. എന്താണെന്നറിയാമോ? മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിൻ്റെ വഴികളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. അതാണ് പുറപ്പാട് 33:13 വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിൻ്റെ ജനമെന്ന് ഓർക്കണമേ. മോശ ഇച്ചിരി ഒരു ധൈര്യം വന്നു, ദൈവത്തോട് ചോദിക്കുവാണ്, ദൈവമേ, നിൻ്റെ വഴി എനിക്ക് വെളിപ്പെടുത്തി തരണം. അതായത് നിൻ്റെ ഹൃദയത്തിലുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സങ്കീർത്തനം 103:7 വാക്യം എന്താണ് പറയുന്നത്? God revealed his ways to Moses. ഹല്ലേലൂയ. തൻ്റെ സുഹൃത്ത് ചോദിച്ചത് ദൈവം കൊടുത്തു. എന്താണ് മോശ ചോദിച്ചത്? നിൻ്റെ വഴിയെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സങ്കീർത്തനം 103:7 എന്താണ് പറയുന്നത്? യഹോവ തൻ്റെ വഴിയെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് സൗഹൃദം. എന്ത് ചോദിച്ചോ സുഹൃത്ത് അത് കൊടുത്തു. ഹല്ലേലൂയ. മോശ ചോദിച്ചത് എന്താണ്? ദൈവമേ, നിൻ്റെ വഴിയെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവം തൻ്റെ ഹൃദയത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് മോശ ദൈവത്തോട് കൂടെ നടന്നത്. ഉയരങ്ങളിൽ, മലമുകളിൽ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു. 120 വർഷം ജീവിച്ചു. വചനം പറയുന്നത്, ആവർത്തന പുസ്തകം 34:7 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഹല്ലേലൂയ. 120 വയസ്സിൽ മോശ മരിക്കുമ്പോൾ അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. 10 വാക്യം, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. God spoke to Moses face to face as a friend speaks to a friend. ഹല്ലേലൂയ.
അങ്ങനെയാണ് ദൈവം മക്കളെ, ദൈവത്തെ നമ്മൾ നമ്മുടെ സുഹൃത്തായിട്ട് അറിയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന്? യോഹന്നാൻ 15:15 വാക്യം. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശു തൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തോട് ഒരു ദിവസം പറയുകയാണ്, ഞാൻ ഇനി മുതൽ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, ഇനി മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുകയാണ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ കോൾ യു മൈ ഫ്രണ്ട്സ്. ആരോടാണ് യേശു ഇത് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? നമുക്കൊന്ന് ചിന്തിക്കാം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ പിതാവിൻ്റെ ഹൃദയം ഈ ലോകത്തിന് വെളിപ്പെടുത്തി തരുവാനാണ്. ഒരു സൗഹൃദത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയം ലോകത്തിന് വെളിപ്പെടുത്തി തരുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അത് പല ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു. അതൊക്കെയും യേശു അവർക്ക് നൽകി. സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം നൽകി, വിടുതൽ വേണ്ടിയവർക്ക് വിടുതൽ നൽകി, ജീവിതത്തിൽ മനുഷ്യരെ അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി. ഒരിക്കൽ ഒരു വളരെ ധനികനായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞു. വചനം പറയുന്നത് 22 വാക്യം, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. എന്താണ്? അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എനിമിറ്റി ടുവേർഡ്സ് ഗോഡ്. അവന് ഈ ലോകത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൽ നിന്ന് അവന് വിട്ടുവരുവാൻ കഴിഞ്ഞില്ല. ഇവിടെ പറയുന്നു, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാമും ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഉള്ള ആ ഒരു സൗഹൃദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇന്ന് നിനക്കതിനെ വിട്ടുവരുവാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ദൈവം തൻ്റെ ഹൃദയം നിനക്ക് വെളിപ്പെടുത്തും. ദൈവത്തെ നീ ഒരു സുഹൃത്തായിട്ട് അറിയും. യേശു പറയുകയാണ്, ഞാൻ ഇനി മുതൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കുന്നു, എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. ആരോടാണ് പറഞ്ഞത്? യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് പോയവരോടല്ല. അനേകർ വന്ന്, അങ്ങനെ ധനികരായവർ വന്നു. യേശു പറഞ്ഞു, വിറ്റിട്ട് എന്നെ പിന്തുടരുക ഉള്ളതെല്ലാം. അത് പറ്റിയില്ല, അവർ വിട്ടുപോയി. എന്നാൽ 12 പേരുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലൊക്കെ 12 പേര് അവസാനം വന്നു. ഇവർ യേശുവിനോടുകൂടെ കഴിക്കും, യേശുവിനോടുകൂടെ ഉറങ്ങും, യേശു പോകുന്നിടത്തെല്ലാം പോകും, യേശു പറയുന്നതെല്ലാം കേൾക്കും, യേശു ചെയ്യുന്നതെല്ലാം യേശുവിനോട് കൂടെ ചെയ്യും. യഥാർത്ഥമായിട്ട് അവർ യേശുവുമായിട്ട് they were having a fellowship. Let me tell you one thing, sonship is for every believer. മനസ്സിലാകുന്നുണ്ടോ? ഓരോ ദൈവപൈതലും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീരുകയാണ്. ദാറ്റ് ഈസ് സൺഷിപ്പ്, അല്ലേ? പക്ഷേ ഇന്ന് പല ദൈവമക്കളും അവിടെ നിൽക്കുകയാണ്. I am a son of God, I am a son of a daughter of God through Jesus Christ. We stop there. But sonship should lead to fellowship, and fellowship will take you to friendship. മനസ്സിലാവുന്നുണ്ടോ? Don't stop at sonship. ദൈവത്തിനെ പിതാവായിട്ട് മാത്രം അറിഞ്ഞ് ദൈവ പൈതലാണ്, വിശ്വാസിയാണെന്ന് പറഞ്ഞ് ജീവിച്ച് മാത്രം പോരാ. അങ്ങനെ ഉള്ളപ്പോൾ എന്തായിരിക്കും എന്നറിയാമോ? എപ്പോഴും ദൈവത്തിനടുക്ക് പോകുന്ന ലൈക്ക് എ സൺ ആൻഡ് ഡോട്ടർ. അപ്പാ താ തന്നില്ലേ പിണക്കമാണ്, പിന്നെ കുറച്ച് നാൾ പള്ളി കാണത്തില്ല. അവിടുന്ന് മുൻപോട്ട് വരിക, കം ഇൻ ടു ഫെലോഷിപ്പ്. കർത്താവിനോടുകൂടെ ഓരോ നിമിഷവും ചെലവഴിക്കുക ദൈവവചനത്തിൽ, പ്രാർത്ഥനയിൽ. ആൻഡ് ഫെലോഷിപ്പ് വിൽ ടേക്ക് യു ടു ഫ്രണ്ട്ഷിപ്പ്. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവർ യേശുവിനെ രക്ഷിതാവായി മാത്രം അറിയാൻ മാത്രമല്ല ചെയ്തത്, ദേ ഡിസൈഡഡ് വി വാണ്ട് ടു ഫെലോഷിപ്പ് വിത്ത് ഹിം. എന്തു പറ്റി? വീട്ടിൽ നിന്ന് ഗുഡ് ബൈയും പറഞ്ഞിറങ്ങി. യേശുവിനോടുകൂടെ രാവിലെയും വൈകിട്ടും എല്ലാ സമയവും ഇവർ യേശുവിനോടുകൂടെ ദേ വർ ഹാവിങ് ഫെലോഷിപ്പ്. യേശുവിനോടുകൂടെ കഴിക്കുക, യേശു പറയുന്ന വാക്കുകൾ കേൾക്കുക, ഓരോ വാക്കും ജീവനും ആത്മാവുമായിരുന്നു. ദ മോർ ദേ വർ ഹാവിങ് ടൈം വിത്ത് ജീസസ്, ദ മോർ ദ ഫ്രണ്ട്ഷിപ്പ് വാസ് ഡെവലപ്പിംഗ്. അങ്ങനെ വന്നിട്ടാണ് യേശു അവരോടാണ് പറയുന്നത്,
അല്ലാതെ എല്ലാവരോടും അല്ല, തൻ്റെ ശിഷ്യന്മാരായിട്ട് തന്നോടുകൂടെ സമയം ചെലവഴിച്ചവരോടാണ് യേശു ഒരു ദിവസം പറയുന്നത്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതർ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കിന്ന് ആ സ്ഥലത്തെത്തുവാൻ കഴിയുമോ? ദൈവം നമ്മളെ സ്നേഹിതർ എന്ന് വിളിക്കുന്നത്. നമ്മളിന്ന് പലരും ദൈവമക്കളായിട്ടിരിക്കുകയാണ്, പക്ഷേ അവിടെ നിന്ന് ദൈവത്തോടൊരു കൂട്ടായ്മ, യേശുവിനോടൊരു കൂട്ടായ്മ, യേശുവിൻ്റെ സന്നിധിയിൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കുക, യേശുവിൻ്റെ ഹൃദയത്തെ അറിയുക, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ അറിയുക. വാട്ട് ഗ്രീവ്സ് ഹിം, വാട്ട് മേക്സ് ഹിം ഹാപ്പി, ആൻഡ് ദ മോർ യു സ്പെൻഡ് ടൈം വിത്ത് ഹിം. യേശു അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുമാകുന്നു, അല്ലേ? യോഹന്നാൻ 15 വായിക്കുമ്പോൾ അവിടെ യേശു അവരോട്, ആ ശിഷ്യന്മാരോടാണ് പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതം ഫലപ്രദമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥമായിട്ട് എൻ്റെ വാക്ക്, വചനം കേട്ട് അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. നിങ്ങൾ എൻ്റെ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് തരും. One of the reasons many believers don't receive anything from God today is because they do not know God as a friend. എന്താണ്? ആവശ്യമുള്ളപ്പം മാത്രം വരിക, സഡൻലി കുറച്ച് വാക്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുക, എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? ദൈവവുമായിട്ടൊരു കൂട്ടായ്മയില്ല, ദൈവത്തോട് കൂടെ നടക്കുന്നില്ല, ദൈവത്തിൻ്റെ ഹിതം അറിയുന്നില്ല, ദൈവത്തിന് യഥാർത്ഥമായിട്ട് സുഹൃത്തായിട്ട് അറിയുന്നില്ല. Know him as a friend and you will see what he can do for you. ഇന്ന് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ചലഞ്ച് തരികയാണ്. Will you come to that place of friendship with God? Don't stop at sonship. Sonship should progress to fellowship. Fellowship will lead you to friendship. And when you are there knowing God as your friend, you will know his heart. അതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജീവിച്ച് കാണിക്കുവാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വേറൊന്നും വേണ്ട. അവരുടെ സമയം വരുമ്പോൾ അവർ പറയും, എൻ്റെ അപ്പ ദൈവത്തോടു കൂടെ നടന്നതുപോലെ, എൻ്റെ അമ്മ ദൈവത്തോടു കൂടെ നടന്നതുപോലെ എനിക്കും നടക്കണം. ഞാൻ പറയട്ടെ, നീ ഒരു ചെറിയ ദൈവ കുഞ്ഞായിരിക്കാം. യു മൈറ്റ് ബി എ യങ് ഗേൾ, യു മൈറ്റ് ബി പ്രേയിങ്, ലോർഡ് വേർ ഈസ് ദ ബോയ് ദാറ്റ് യു ഹാവ് പ്രിപ്പയർഡ് ഫോർ മീ? എനിക്കായിട്ട് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ആ പയ്യൻ എവിടാ ദൈവമേ? ഞാനൊരു സീക്രട്ട് പറയട്ടെ, യു സീക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. യു സീക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് ടുഡേ. There will be a boy somewhere who is seeking a friendship with God. And just like we introduce our friends to each other, one day God will introduce you to him. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലയോ? അതുപോലെ ദൈവ പൈതലെ, നിനക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പയ്യനെ ഒരു ദിവസം ദൈവം നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അവൻ തെക്കുന്നാകാം, മടക്കുന്നാകാം, എത്ര ദൂരത്തൊന്നും ആകാം, ദൈവം നേരെ നിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. ധൈര്യമുണ്ടോ? Can you choose to be a friend of God? God is waiting for friendship with you. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് യഥാർത്ഥമായിട്ട് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, the voice is mine but the heart is the Lord's. God is looking for friendship with you. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പാട്ട് പാടുമ്പോൾ ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയായി തീരട്ടെ, ഇതൊരു സമർപ്പണമായി തീരട്ടെ. ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സഖിയായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.
Sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Pain we bear. Oh, because we do not carry everything to God in prayer. ഈ നിമിഷം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ദൈവത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. God has spoken to you that He wants to be your friend. ദൈവം നിങ്ങളുടെ സഖിയാകുവാൻ, നിങ്ങളുടെ സുഹൃത്താകുവാൻ ആഗ്രഹിക്കുന്നു. Can you take that step forward today? നിങ്ങൾക്ക് ഒരു ചുവട് മുൻപോട്ട് നടക്കുവാൻ കഴിയുമോ? ദൈവമേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയെ എൻ്റെ സഖിയായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുതൽ ദൈവമേ, ഞാൻ അങ്ങേ എൻ്റെ സുഹൃത്തായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തെ അറിയുന്നവൻ, അങ്ങയുടെ വേദനയെ അറിയുന്നവൻ, അങ്ങയുടെ സന്തോഷത്തെ അറിയുന്നവൻ ആക്കി തീർക്കണമേ ദൈവമേ. Lord, may it be that I will know your heart. May it be that I will know what pleases you, what grieves you, Lord. Make that your prayer today. ഇന്ന് യഥാർത്ഥമായിട്ട് ദൈവ പൈതലേ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം പുതിയ രീതിയിൽ തന്നെ വെളിപ്പെടുത്തും. അനേക നാളുകൾ നീ പല കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ you did it wrong all these years. God was seeking friendship with you, closeness, intimacy, fellowship, but you stood at a distance. ഒരു സുഹൃത്ത് ദൂരെ നിന്നല്ല ചോദിക്കുന്നത്, ഒരു സുഹൃത്ത് അടുത്ത് വന്ന് ഏറ്റവും അടുത്ത് നിന്നാണ് ചോദിക്കുന്നത്. God is looking for that today. Don't be away anymore. ദൂരെ നിന്ന് ചോദിക്കാതെ ദൈവ പൈതലേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, ഇനി മുതൽ എൻ്റെ സ്നേഹിതർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ, എൻ്റെ വചനത്തിൽ വസിക്കുന്നുവെങ്കിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. നിങ്ങൾ എൻ്റെ സൗഹൃദത്തെ അറിയും, നിങ്ങളുടെ ജീവിതം ഫലപ്രദമാകും. In friendship with God, your life will become fruitful. Hallelujah. Many of us have been standing at a distance and trying to know Him, whereas God is saying, come close to me. ദൈവത്തോട് അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, children, I know you are looking for friendship in the wrong places. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ സൗഹൃദത്തിനായിട്ട് you have been looking for friendship in the wrong places. Come out of that today and make Jesus your friend. As you sang today, what a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Know Jesus as your friend today. യേശുവിനെ ഒരു സുഹൃത്തായിട്ട് അറിയുക. നിന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കും, നിന്റെ പ്രയാസത്തെ അവൻ മാറ്റിത്തരും. നിന്നെ അറിയുന്ന ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്നെ കരുതുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ താങ്ങുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം, നിന്റെ സുഹൃത്തായ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ
അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഹൃദയത്തെ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സുഹൃത്തുക്കളായിട്ട് അറിയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അനേക നാളുകൾ കർത്താവെ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം അങ്ങിലേക്ക് വന്നു. എന്നാൽ ഇന്ന് കർത്താവെ ഞങ്ങൾ അങ്ങിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് അറിയുവാൻ, ഞങ്ങളുടെ സുഹൃത്തായിട്ട് അറിയുവാൻ, ഞങ്ങളുടെ സഖിയായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നല്ലോ, യഹോവയുടെ സഖിത്വം തന്നോടുകൂടെ യഹോവ ഭക്തിയിൽ നടക്കുന്നവർക്കായിട്ടുണ്ട് എന്ന്. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങേ സഖിയായിട്ട് അറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതങ്ങളിൽ കർത്താവെ ദൈവത്തെ സഖിയായിട്ട് അറിയട്ടെ, യേശുവിനെ സഖിയായിട്ട് അറിയട്ടെ കർത്താവെ. അതിൽ കൂടി അന്യോന്യം സഖികളായിട്ട് അറിഞ്ഞ് കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും കർത്താവെ സഖികളായി തീർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഓരോ ദൈവമക്കളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഓരോരുത്തരെയും മറച്ചുകൊള്ളണമേ, പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. അമേൻ, അമേൻ, അമേൻ. നമ്മുടെ ശബ്ദങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാം.